Hello viewers, namaste, welcome back to my new video. In the 4th November, അപ്പോൾ ഇന്നത്തെ വീഡിയോ പെർഫോമൻസ് കാണിക്കുന്ന ഇന്നത്തെ ഓപ്ഷൻ്റെ പെർഫോമൻസ് ആണ്. പുട്ട് സൈഡ് വന്ന എൻട്രിയാണ് നമ്മൾ കാണിക്കുന്നത്. ഇന്ന് നമുക്ക് കൺഫേം ആയ ഒരു എൻട്രി കിട്ടിയിട്ടുള്ളൂ. അതാണ് അതിൻ്റെ പെർഫോമൻസ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ഈ ഒരു ട്രേഡിംഗ് നിങ്ങൾക്ക് പഠിക്കാനോ കാണാനോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ കേരളത്തിൽ നമ്മുടെ ഓഫീസ് വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്ട് ചേർത്തല KSRTC സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് പുട്ട് ഓപ്ഷൻ 26,000 പെർഫോമൻസ് ആണ്. മോർണിംഗിൽ വന്ന ട്രേഡാണ്, 9:20 വന്ന ട്രേഡാണ്. ആ ഒരൊറ്റ ട്രേഡിലാണ് മാർക്കറ്റ് കയറിയത്. 100 പോയിന്റ് മേളിൽ മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞോളൂ, സോഫ്റ്റ് നമുക്ക് സിഗ്നൽ ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. പക്ഷേ അത് കൺഫേം ആണെങ്കിൽ മാത്രം നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ചുള്ള ഏത് സ്ട്രൈക്കും നമുക്ക് ആഡ് ഓൺ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഇത് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഫുൾ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. ട്രെയിനിങ്സ് വീഡിയോസ് അവൈലബിൾ ആണ്. നമ്മൾ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് രാവിലെ ട്രേഡ് വന്ന് ഇതുണ്ട്, ഗ്രീൻ കളറിൽ അപ്പാരാണ് നമുക്ക് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ. സിഗ്നൽ വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ അലേർട്ട് മെസ്സേജ് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് മേഖല എഴുതി കാണിച്ചിട്ടുണ്ട്. 266 ഈ ഒരു ട്രേഡ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കൺഫേം ആണ്. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആരോ വന്നിട്ടുണ്ട്. ഇത് കൺഫേം എന്ന് പറയുന്ന താഴത്ത് നോക്കും, പ്രൈസുകളുടെ ബൈ സോണെന്ന് തന്നെ എഴുതി കാണിക്കണം. അതിനുശേഷം ഈ ആരോട് താഴത്ത് ഈ ഒരു ബാറിൽ നമ്മുടെ കൺഫർമേഷൻ ബാറാണ്, അതെന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഏത് ക്യാനിലാണ് സിഗ്നൽ വരുന്നത്, ഇതുണ്ട് ഇവിടെയാണ് നമുക്ക് ഈ ഒരു ക്യാനിലാണ് നമുക്ക് ആരോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എൻട്രി എപ്പോഴും സെക്കൻഡ് ക്യാനിലാണ്. കാരണം നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞ് 266 സെക്കൻഡ് ക്യാനിലെ ഓപ്പണിംഗ് പ്രൈസ്. അപ്പോൾ സെക്കൻഡ് ക്യാനിൽ തന്നെ നമുക്ക് ട്രേഡ് എടുക്കാം. താഴത്തെ ബാറും കൂടെ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗ്രീൻ ഇതുപോലെ ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് അവിടെ ഗ്രീൻ അല്ലെങ്കിൽ 1-2 ക്യാൻഡിൽ ശേഷം ഗ്രീൻ ആണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കി ഇവിടെ ബൈ വന്നിരിക്കുന്നതന്നെ റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. റെഡ് സ്റ്റാർ ആണ് റെസിസ്റ്റൻസ്. അത്തരം വരുന്ന എൻട്രീസിന് താഴത്തെ ബാർ നോക്കണമെന്നില്ല കേട്ടോ. പ്രൈസ് സോൺ മാത്രം ഒറ്റ കൺഫർമേഷൻ നോക്കിയിട്ട് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അതായത് നമ്മുടെ ഈ ഓപ്ഷൻ്റെ ചാർട്ടിൽ തന്നെ നമുക്ക് എൻട്രി കാണിക്കുന്നതിനൊപ്പം തന്നെ എക്സിറ്റ് ലെവൽ കാണിക്കാം. അപ്പം നമുക്ക് അറിയാൻ പറ്റും ഏത് ലെവൽ വരുമ്പോൾ നമ്മൾ എക്സിറ്റ് കൊടുക്കണമെന്ന്. 292, 314, 335 ഇങ്ങനെ 3 ടാർഗറ്റാണ് നമുക്ക് സോഫ്റ്റ് തരുന്നത്. അതിപ്പോൾ ഞാൻ റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റിൽ മാറുക. അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്ന ക്യാപിറ്റലൊക്കെ ഇട്ട് ചെയ്യുന്ന ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രേഡിൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ എൻട്രി ഫസ്റ്റ് ടാർഗറ്റിൽ നമ്മൾ മാറിയ ശേഷം മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് ഒരു വൺ സൈഡ് മാർക്കറ്റിൽ പോകാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് റീ എൻട്രി ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ഒരു ഫ്രഷർ ആണെന്നെങ്കിൽ കൂടി നമുക്ക് വളരെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളാം. താങ്ക് യു.